ഇത് നമ്മുടെ അടിയിൽ കിടന്ന് നടന്ന് പറന്ന് നടന്നിരുന്ന പ്രാവാണ്. പക്ഷേ ഈ പ്രാവുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൂട്ടിൽ കയറാനായിട്ട് മറ്റേ നമ്മുടെ ടീമുകൾ സമ്മതിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഇവർ കൂട്ടിൽ കയറണ്ടായില്ല. പകരം നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡൊന്ന് കയറി അതിൻ്റെ മൂലയ്ക്ക് ഇവർ മുട്ടയിടാനുള്ള ശ്രമം വരുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യത്തെ മുട്ടയിടൽ സൺഷെയ്ഡിൻ്റെ മൂലയ്ക്ക്, സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സൺഷെയ്ഡാണ്, ആ മൂലയ്ക്ക് ഇരുന്ന് മുട്ടയിടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അറിവ് ഇവർക്കില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് മുട്ടയിട്ട് നിലത്ത് വീണ് പൊട്ടി. അങ്ങനെ രണ്ടാമത്തെ സെറ്റായപ്പോഴേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവിടെ ഇരുന്ന് തൂട് നശിപ്പിക്കുകയാണ്, കാഷ്ടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇവരെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഗ്രില്ല് കൂട്ടിലേക്ക്, നമ്മുടെ പണ്ടത്തെ കേജിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു ആഫ്രിക്കൻ ലാബേണ്ട ഒരു പെട്ടി, ആഫ്രിക്കൻ്റെ അല്ല കോക്ടെയിലിൻ്റെ ഒരു പെട്ടി വെച്ച് കൊടുത്തത് അവർ രീതിയിൽ സുഖമായിട്ട് മുട്ടിട്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ കാഷ്ടിച്ച് നശിപ്പിക്കണ കാരണം കൊണ്ട് തന്നെ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലെ പ്രാവുകൾ വേറെ ഏത് വന്നിരുന്നാലും അവിടെ നിന്ന് ഓടിപ്പിക്കണം നമ്മൾ ചെയ്യണം. അപ്പോൾ നോക്കിക്കാം, സുന്ദരമായിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് മുട്ടയിട്ടിരിക്കുകയാണ് കേട്ടോ. 2 മുട്ട ഇട്ടു. പക്ഷെ അതിലൊരു മുട്ട എടുത്തിട്ട് റിസൾട്ട് ഉണ്ടായ മുട്ട ഇവരെടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് ഇതിൻ്റെ ആണ്, ഇതാണ് ഇതിൻ്റെ പെണ്ണ്. പക്ഷേ ഇവരെനിക്ക് പുറത്തഴിച്ചിട്ട് വളർത്താൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് നമ്മുടെ മുമ്പത്തെ പ്രാവ് വീഡിയോ. അതായത് ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ ചെയ്ത ആദ്യത്തെ ഞാൻ വീണ്ടും വാങ്ങിയ പ്രാവ് എന്നൊക്കെ പറഞ്ഞെടുത്ത് ചെയ്ത വീഡിയോയിൽ ഇവരുണ്ടായിരുന്നു. പക്ഷേ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മൂലയ്ക്ക് പോയിരുന്ന സൺഷൈഡുമൊക്കെ കാഷ്ടിക്കലും അത് ഇത് എന്നൊക്കെ പറഞ്ഞ മുട്ടയിടൽ, അവിടെ നിന്ന് നിലത്തിട്ട് പൊട്ടിക്കൽ, അങ്ങനെയായിട്ട് ഞാൻ ഇവരെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മുട്ടയുള്ളോ ഞാൻ ഇതിൽ ചുള്ളിക്കമ്പ് കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഇവരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റി കൊടുത്തു. വേണ്ട, നല്ല സുന്ദരി പ്രാവുകൾ. എന്താ കാര്യം, ഇവരെ ഞാൻ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് കഴിച്ച് കിട്ടി ഞാൻ എന്തായാലും കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. താങ്ക് യു.